ഒരു 10 പ്രാവശ്യം നല്ലോണം. അതന്നെ 2. മുകളിലോട്ട് പോകുമ്പോൾ ശ്വാസം എടുക്ക്. താഴോട്ട് വരുമ്പോൾ ശ്വാസം വിട്. 3, 4, 5, 6, 7, 8, 9, 10. ഇപ്പം ആ നടുവേദനേൻ്റെ വേദന ഉണ്ടോ? ഇല്ല. അതൊന്ന് ഫ്രീ ആയില്ലേ മൊത്തത്തിൽ. ഇനി ഓരോ കാലും മുട്ട് മടക്കിയിട്ട് കാല് പൊന്തിക്ക്. എത്ര പൊന്തിക്കാൻ പറ്റും? ബുദ്ധിമുട്ടില്ലല്ലോ അപ്പുറത്തെ കാലും. നടുവേദന ഉണ്ടെങ്കിൽ അത് സാധിക്കില്ല, പെയിൻ ഉണ്ടാവും നല്ല. അപ്പോൾ അത്ര ഇല്ലല്ലോ. വീണ്ടും മണങ്ങി കുറച്ച് കാലകറ്റി വെക്ക്. കാലകറ്റി വെക്ക് കാല്. പരമാവധി 2 കാലും അകറ്റി വെക്ക്. എന്നിട്ട് മണങ്ങി വെക്ക്. മോൻ. എന്നിട്ട് ഓപ്പോസിറ്റ് കാലിന് കാലിന് മണങ്ങിയിട്ട് തന്നെ. അത് തന്നെ. കൈ മുകളിലോട്ട് പോട്ടെ. ഒരു കൈ മുകളിലോട്ട്, ഒരു കൈ താഴെ. തന്നെ. ഗുഡ്. കുറച്ചുകൂടി കാലം അകറ്റിക്കോ. ഇപ്പോഴോ ആ നടുവിൽ വലിച്ചലെല്ലാം കുറഞ്ഞില്ലേ? കയ്യലില്ലല്ലോ. ഇപ്പം എല്ലാം ആകുന്നില്ലേ? ആ വ്യത്യാസം കണ്ടോ എത്ര വേഗമായെന്ന്? അതാണ് നമ്മൾ ആ അലൈൻമെൻറ്റിൻ്റെ ഗുണം. നമ്മൾ ചെയ്യുന്ന അലൈൻമെൻറ്റ് വീൽ അലൈൻമെൻറ്റ് പോലെ ബോഡി അലൈൻമെൻറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനെ അവിടെയുള്ള ഒരു നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഏരിയനെ ഒന്നും കൂടി ക്ലിയർ ആക്കി വിടും. ഇപ്പം അതില്ലല്ലോ, അങ്ങോട്ടേക്ക് പറഞ്ഞില്ല. എല്ലാം മാറി വരും. അത് ഷേപ്പിലേക്ക് വ്യത്യാസം വരുമ്പോൾ നമ്മുടെ മൊത്തത്തിൽ അലൈൻമെൻറ്റ് മാറി വരും. ആ കുഴി വരുന്നത് ലംബാർ ലോഡോസിസ് വരുന്നതാണ്. അതായത് ഹെവി ആയിട്ട് ലോഡോസ് ഉള്ളിലേക്കുള്ള ഒരു വളവ് വരുന്നതാണ്. ആ വളവിന് നീർക്കുമ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളെല്ലാം കുറയും. അപ്പോൾ കുറയും, ഒറ്റയടിക്ക് കുറയില്ല. നമ്മൾ കടത്തവും ഇരുത്തെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. എന്നാൽ നമുക്ക് ബാക്കി ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ബെഡ് എങ്ങനത്തെ ബെഡാണ് കിടക്കുന്നത്? അല്ല, അത് കുഴിയുന്നുണ്ടോ കിടക്കുന്ന ഭാഗം? കിടക്കുന്ന ഭാഗം കുഴിയുന്നുണ്ടെങ്കിൽ ആ കിടക്ക ഉപയോഗിക്കണ്ട. നല്ല കിടക്ക ഉപയോഗിക്കുക. അല്ലെങ്കിൽ വെറും പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് കിടക്കുക. എന്നാൽ വലിയ കുഴപ്പം വരില്ല. തലക്കാണി നമ്മളെ കയ്യിൻ്റെ മുഷ്ടിൻ്റെ വലുപ്പത്തിലുള്ള തലകാണി മാത്രം. ഹൈറ്റ് കുറഞ്ഞത്. അല്ലാണ്ട് വലിയ തലകാണി വെച്ചിട്ടാകുമ്പോൾ അത്യാവശ്യം കയ്യിൻ്റെ ഇതൊന്നും വേണ്ട. ഇതെല്ലാം ഇതിൻ്റെ ഇത്. ഇനി കഴുത്ത് തിരിച്ചു നോക്കിയാണല്ലോ. നേരത്തെ പോലെയാണോ കഴുത്ത് വരുന്നത്? കുറച്ചും കൂടി ഫ്രീ ആയില്ലേ? മുകളിലോട്ട് നോക്കിയാൽ ആടത്തെ വേദനയുണ്ട്. ഇപ്പം അതില്ലല്ലോ. കാരണം ആടത്തെ അലൈൻമെൻറ്റ് ചെറിയ രീതിയിൽ ചെയ്തത്. ഇനി ബാക്കി ചെയ്യാനുണ്ട്. കഴുത്ത് മുകളിലോട്ട് പൊന്തിക്കും. വലിയ കുഴപ്പമില്ലല്ലോ. ചെറിയൊരു പിടുത്തം. ബാക്കിയെല്ലാം കുറഞ്ഞല്ലേ? ഒരു വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നുകൂടി ആടിയിരുന്നു.